നമുക്കിന്ന് വളരെ രുചികരമായൊരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാലോ? ഇപ്പൊ മാമ്പഴക്കാലൊക്കെയല്ലേ. മാത്രമല്ല ഓണസദ്യക്ക് ഇല്ലാത്തതും വിഷുസദ്യക്ക് നമുക്ക് ചേർക്കാവുന്നതുമായ വളരെ സ്വാദിഷ്ടമായൊരു വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പൊ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്തത് എന്ന് കണ്ടു നോക്കൂ. ഇന്ന് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ 6 മാങ്ങ എടുത്തിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കേണ്ട അതേ മാങ്ങ തന്നെയാണ് എടുത്തേക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് അറിയാലോ, തോല് ചെത്തല്ല, ചീന്തിക്കളയാണ് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലായിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. നമ്മുടെ മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് ഒന്ന് വറ്റി വരണം. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നല്ലതുപോലെ മാങ്ങ തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതേസമയം ഇനി ഇത് നല്ലതുപോലെ വറ്റി വരാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ ആ ഒരു ഉപ്പും എരിവും ആ ഒരു മാങ്ങയിൽ പിടിക്കുന്നതിന്റെ ഒപ്പം തന്നെ പഞ്ചസാരയുടെ ആ ടേസ്റ്റും കൂടെ അതിലേക്ക് വരും. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ ഇത് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇത് അരമുറി തേങ്ങ, ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. മാങ്ങ ഇവിടെ നല്ലതുപോലെ തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വീണ്ടും ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് മിക്സിയിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ എരിവൊക്കെ ഉണ്ടോ നോക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്ത് നമ്മുടെ മാമ്പഴമൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടി തൈര് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ അടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ള തൈരുണ്ടല്ലോ, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിലോട്ട് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളകും അതുപോലെ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മുഴുവൻ ഉലുവയാണ് ചേർക്കുന്നതെങ്കിൽ കടുക് പൊട്ടിച്ച ഉടനെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എപ്പോഴും പറയുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ചു നേരം അടച്ചു വെച്ചാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.